Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് അമൃതം പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ കുഞ്ഞു മക്കളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് അമൃതം പൊടി. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടാവും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു 1.5 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ അമൃതം പൊടിയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവൊന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കൈയെടുക്കാതെ വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ 4 ടീസ്പൂൺ നെയ്യാണ് 1.5 കപ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു നെയ്യും കൂടെ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ആ ഒരു നെയ്യിലിട്ടിട്ടും കുറച്ച് സമയം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് വറവായി കിട്ടും. ഇനി ഞാനിതിവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷമാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 1/4 കപ്പിന് താഴെ അളവിലായിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു 2-3 തുള്ളി സ്ട്രോബെറി എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളറൊക്കെ കിട്ടുമ്പോൾ മക്കളെയൊക്കെ ആകർഷിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് ഓപ്ഷനാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അതില്ലെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അമൃതം പൊടി അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇനി ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ആക്കിയാലാണ് ആ കളറൊക്കെ എല്ലായിടത്തേക്കും എത്തുള്ളൂ. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്തെടുത്താലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇനി നമ്മളിത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തി വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ കത്തിയിട്ടിട്ട് വരച്ചു കൊടുക്കണം. ഇനി ഞാനിതിവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് ആ ഒരു വര ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് അമർത്തി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് കത്തി കൊണ്ട് മാറ്റിയ ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അമൃതം പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും. നമ്മളിതിലേക്ക് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരം ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്